രേണു സുധിയുടെ വീടിന്റെ വിഷയം രാവിലെ ആ വീട്ടിൽ ചർച്ച ചെയ്യപ്പെടുകയാണ്. അതായത് ആദില, നൂറ, അനുമോള്, റെന ഫാത്തിമ ഇവരെല്ലാവരും കൂടി ഇരിക്കുന്ന ഇടത്ത് വെച്ച് രേണുവിനോട് അവർ ചോദിക്കുന്നുണ്ട്, ചേച്ചിയുടെ ആ വീടിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നല്ലോ, അത് ആക്ച്വലി എന്താണ്? അത് നിങ്ങൾ അങ്ങോട്ട് കയറി പറഞ്ഞതാണോ? അപ്പോൾ രേണുവിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു, വീട്ടിൽ വന്ന ഏതോ ഒരു ഇന്റർവ്യൂവർ മഴ സമയമല്ലേ അവരുടെ ദേഹത്ത് വെള്ളം വീണു. വെള്ളം വീണപ്പോൾ അത് ഇങ്ങോട്ട് ചോദിച്ചതാണ് വീട് ചോരുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു ചോരുന്നുണ്ട് എന്ന്. അതവർ വാർത്തയാക്കി. അത് ആ സമയത്ത് അങ്ങനെ വന്നു പോയൊരു പ്രശ്നം മാത്രമാണ്, അല്ലാതെ അതൊരു ഇഷ്യൂ ആക്കണമെന്ന് ആഗ്രഹിച്ചു പറഞ്ഞ കാര്യമൊന്നുമല്ല. പക്ഷേ ചേച്ചി, അത് അങ്ങനെ അവരോട് പറയാൻ പാടുണ്ടായിരുന്നോ? ശരിക്കും ആ വീടിന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിരുന്നുവെങ്കിൽ ഇത് പണിത് തന്നിരിക്കുന്ന ആൾക്കാരോട് നേരിട്ട് വിളിച്ചു പറയുകയും അവർ വന്ന് അത് പരിഹരിക്കുകയും ചെയ്യേണ്ട ഒരു പ്രശ്നമായിരുന്നില്ലേ? അതിങ്ങനെ മാധ്യമങ്ങളുടെ മുൻപിലേക്ക് എടുത്തിട്ട് കൊടുത്തത് കൊണ്ടല്ലേ ചേച്ചിക്ക് ഇത്രയും നെഗറ്റീവ് കേൾക്കേണ്ടതായിട്ട് വന്നത്? അതൊന്നും എന്നെ സംബന്ധിച്ചൊരു പ്രശ്നമായിട്ട് ഞാൻ കരുതുന്നില്ല. എത്ര നെഗറ്റീവ് എന്ന് പറഞ്ഞാലും അതൊന്നും കാര്യമാക്കുന്നില്ല. പക്ഷെ അവർ പിന്നെയും പറയുകയാണ്, നമുക്കൊരു സഹായം അവർ ചെയ്തു തന്നതല്ലേ, അപ്പോൾ ആ സഹായം ചെയ്തു തന്നപ്പോൾ അതിനകത്തൊരു അപാകത ഉണ്ടായിരുന്നെങ്കിൽ അവരെ വിളിച്ച് പറയുന്നതായിരുന്നില്ലേ ചേച്ചി അതിൻ്റെ മര്യാദ? ഇതിപ്പോൾ നാട്ടുകാരുടെ മുൻപിലേക്ക് മുഴുവനും കൂടി ഇട്ടുകൊടുത്തില്ലേ എന്നുള്ള രീതിയിലുള്ള സംഭാഷണമാണ് വരുന്നത്. പക്ഷെ രേണു സുധി അതിനെ അത്ര കാര്യമാക്കി എടുക്കുന്നില്ല. അതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല എന്നുള്ള രീതിയിൽ അങ്ങ് സംസാരിച്ചു വിടുകയാണ്. പക്ഷെ ഇവിടെ കഴിഞ്ഞ ദിവസം സംഭവിച്ചൊരു കാര്യമുണ്ട്. ബിഗ് ബോസിലേക്ക് പോകുന്നതിന് മുൻപ് എന്നെ ഇതുവരെ ബിഗ് ബോസിൽ നിന്നും വിളിച്ചിട്ടില്ല, എവിടെ നിന്നും വിളിച്ചിട്ടില്ല, ഞാൻ എൻ്റെ വീട്ടിൽ തന്നെയുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ബിഗ് ബോസിൽ പോകുന്നതിന് തൊട്ടു മുൻപ് രേണു സുധി ഒരു വീഡിയോ പുറത്തുവിട്ടിരുന്നു. ആ വീഡിയോയിൽ താൻ പറഞ്ഞൊരു കാര്യമുണ്ട്. തൻ്റെ വീട്ടിൽ വന്നിരുന്നു കൊണ്ട് തൻ്റെ വീട്ടിനെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം ഇത് നിങ്ങൾ പറയണം, പറഞ്ഞില്ലെങ്കിൽ ഞാനിത് പറഞ്ഞിരിക്കും, ഇത് വിഷയമാക്കണം എന്ന് പറഞ്ഞ് കൂടെ നിന്നുകൊണ്ട് ഏതോ ഒരാൾ ഈ വിഷയങ്ങളെല്ലാം പുറത്തു വിടിയിച്ചതാണ്, ഞങ്ങളൊന്നും മനഃപൂർവ്വം പറഞ്ഞതല്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ വീണ്ടും നട്ടാൽ കുരുക്കാത്ത ആദ്യം പറഞ്ഞ നുണ തന്നെ പറയുകയാണ്. ഒരു മാധ്യമ പ്രവർത്തകന്റെ ദേഹത്ത് വെള്ളം വീണപ്പോൾ അദ്ദേഹം ഇങ്ങോട്ട് ചോദിച്ചതാണ് എന്ന്. രേണു സുധിയോട് നമുക്ക് യാതൊരു വൈരാഗ്യവുമില്ല. അവരെ ഒന്നും നമ്മൾ നേരിട്ട് കണ്ടിട്ട് പോലുമില്ല, പരസ്പരം അറിയുകയുമില്ല, പൂർവ്വ വൈരാഗ്യങ്ങളൊന്നും തന്നെ മനസ്സിലില്ല. പക്ഷെ എന്തുകൊണ്ടാണ് രേണു സുധിയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ അവർക്കെതിരായിട്ട് സംസാരിക്കുന്നതായിട്ട് ഒരു കൂട്ടം ആൾക്കാർക്ക് തോന്നുന്നത്? അതിൻ്റെ പിൻപിലുള്ള കാരണം ഇത് തന്നെയാണ്, കള്ളം പറയുക. സോഷ്യൽ മീഡിയയുടെ മുൻപിൽ വന്നിരുന്നു കൊണ്ട് ഇത് കള്ളമാണ് എന്നുള്ളത് എനിക്കും അറിയാം, കേൾക്കുന്നവർക്കും അറിയാം. ഇന്നലെ ഞാൻ ഇങ്ങനെയല്ല പറഞ്ഞത്, ഇന്ന് മറ്റൊന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത്. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും തിരിഞ്ഞും തരാതരം പോലെ സംസാരിക്കുന്ന ആ ഒരു സ്വഭാവം അതെല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്നതാണ്. ഇതിനെയാണ് നമ്മൾ വിമർശിക്കുന്നത്. ഈ വിമർശനം രേണു സുധിയുടെ ആരാധകർക്ക് ഒരുപക്ഷെ ഇഷ്ടപ്പെടില്ല. പക്ഷേ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ രേണു സുധിയോടുള്ള ബന്ധത്തിൽ കഴിഞ്ഞ നാളുകളിൽ പ്രചരിച്ചിട്ടുള്ള വാർത്തകൾ, ഇന്റർവ്യൂകൾ ഇതെല്ലാം എടുത്തു നോക്കിക്കേ. ഇവിടെ നമ്മൾ പറയുന്നത് തന്നെയാണ് കറക്റ്റ്. രേണു ഇന്നലെ പറയുന്നതല്ല ഇന്ന് പറയുന്നത്. പെട്ടെന്ന് തന്നെ അഭിപ്രായം മാറ്റും, വാക്കുമാറ്റും, കള്ളം പറയും. ബിഗ് ബോസിൽ കയറുന്നതിന് മുൻപ് ഇങ്ങനെ ഒരു പ്രശ്നം സംഭവിച്ചത് ഞങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല, ഞങ്ങളെ കൊണ്ട് പറഞ്ഞു പറയിപ്പിച്ചു, ഒടുവിൽ കൂടെ നിന്നതിന് ശേഷം കാലുവാരിയിട്ട് ഒരാൾ പോയി എന്ന് ആരെയോ കുറിച്ച് അവർ പറഞ്ഞു വെച്ചു. പക്ഷെ ഇപ്പോൾ ആദ്യം പറഞ്ഞ കാര്യം തന്നെയാണ് പറയുന്നത്. മാധ്യമ പ്രവർത്തകൻ വീട് ചോരുന്നുണ്ടോ എന്ന് ചോദിച്ചു, ചോരുന്നുണ്ട് എന്നുള്ള സത്യം പറഞ്ഞു. അതിന്റെ പേരിലാണ് ഇത്രയും പ്രശ്നം ഉണ്ടായത്. പ്രശ്നങ്ങളൊന്നും എനിക്കൊരു പുത്തരിയല്ല, എന്തു വന്നാലും അതിനെ നേരിടാൻ ഞാൻ തയ്യാറാണ് എന്നുള്ള ആ ധാർഷ്ട്യത്തോടു കൂടിയുള്ള സംസാരം. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കുന്നത്, കഴിഞ്ഞ ദിവസം ആരോ ഒരാൾ കൂടെ നിന്നു, അയാൾ കുത്തി ഇതൊക്കെ പറയിച്ചതാണ്, നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ ഞാനിത് പറഞ്ഞിരിക്കും, വിവാദമുണ്ടാക്കും എന്നൊക്കെ പറഞ്ഞ് ഒരാൾ കൂടെ നിന്നുകൊണ്ട് ചെയ്യിച്ചു എന്ന് പറഞ്ഞ കാര്യത്തിൽ അതാണോ സത്യം, അതോ ഇപ്പോൾ പറഞ്ഞതാണോ സത്യം? രേഷ്മ തങ്കച്ചന് ഇതിന് ആൻസർ ചെയ്യാൻ പറ്റില്ല, ഇപ്പോൾ ബിഗ് ബോസിനുള്ളിലാണ്. പക്ഷേ ലക്ഷക്കണക്കിന് അല്ല കോടിക്കണക്കിനായിട്ടുള്ള ആരാധകർ പുറത്തുണ്ടല്ലോ, അവരിൽ ആരെങ്കിലുമൊക്കെ ഇതിന് മറുപടി പറഞ്ഞാൽ മതി. എന്തായാലും ബിഗ് ബോസ് ഹൗസിനുള്ളിൽ രേണു സുധി മിക്കവാറും കാര്യങ്ങളിലൊന്നും ഇടപെടുന്നില്ല. ഒട്ടും തന്നെ അവർ ആക്റ്റീവ് അല്ല. അവരോട് എന്തെങ്കിലും ചോദിക്കുന്ന കാര്യങ്ങളിൽ മാത്രം സംസാരിക്കും. അവരോട് ആരെങ്കിലും എതിർത്ത് സംസാരിച്ചാൽ ഒട്ടും തന്നെ അവർ വിട്ടുകൊടുക്കില്ല. ഉരുളക്കുപ്പേരി പോലെ മറുപടി കൊടുക്കും. അത് വിവാദമാണോ, പറയുന്നത് എന്താണ്, ഇതൊന്നും താൻ നോക്കില്ല, അടിച്ച് തകർത്ത് കളയും. പക്ഷേ ബിഗ് ബോസ് ഹൗസിൽ പല വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ആ ചർച്ചകളിലൊന്നും തൻ്റെതായിട്ടുള്ള അഭിപ്രായങ്ങളില്ല. ഒരു കാര്യത്തിലും താൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല. തൻ്റെ അരികിലേക്ക് വന്നാൽ അതിനു മാത്രമേ താൻ പ്രതികരിക്കുകയുള്ളൂ. അങ്ങനെ ഒരു സ്ഥലമല്ലല്ലോ BB ഹൗസ്. ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മാത്രം മറുപടി, മറ്റുള്ള ഒരു കാര്യങ്ങളിലും ഇടപെടാൻ പോകാതെ ഒരിടത്ത് മാറിയിരുന്നു കൊണ്ട് എല്ലാറ്റിൻ്റെയും മൂകസാക്ഷിയായിട്ടിരിക്കുക. അങ്ങനെ ഒരു ഗെയിമറെ നമുക്ക് എങ്ങനെയാണ് പ്രോത്സാഹിപ്പിക്കാൻ പറ്റുക? ഒരുപക്ഷെ ദിവസങ്ങൾ കഴിയുന്നതിനനുസരിച്ച് മാറ്റം വന്നേക്കാം. എന്തായാലും എല്ലാവർക്കും ഗെയിമിലേക്ക് ഇറങ്ങേണ്ട സാഹചര്യങ്ങൾ ബിഗ് ബോസ് തന്നെ ഉണ്ടാക്കിയെടുക്കാനാണ് സാധ്യത. നമുക്ക് കാത്തിരുന്ന് കാണാം.
ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റുകൾ കൃത്യസമയത്ത് നിങ്ങളിലേക്ക് എത്തേണ്ടതിന് ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ.